ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ മൂന്നാളും കൂടി, ഞാനും വൈഫും കുട്ടിയും കൂടി ചിങ്ങഞ്ചിറ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഞങ്ങൾ കാറിലാണ് യാത്ര ചെയ്തത്. കൊല്ലങ്കോട് ടൗണിൽ നിന്ന് കുറച്ച് ദൂരം നല്ല കരിമ്പനകളുടെയൊക്കെ ഇടയിലൂടെ ഞങ്ങൾ അവിടെ എത്തി. ഒരു ആൽമരത്തിൻ്റെ കീഴിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ, കറുപ്പസ്വാമി ടെമ്പിളാണ്. കയറി പോകുമ്പോൾ തന്നെ നമ്മളെ എതിരേൽക്കുന്നത് ഒരു വലിയൊരു ആൽമരമാണ് കേട്ടോ. 100 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആൽമരം. അതിൻ്റെ അടുത്ത് കളിപ്പാട്ടങ്ങളൊക്കെ വെക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ വരുന്നു. തമിഴ് മലയാളികളായിട്ടുള്ളതും തമിഴന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇതൊരൊറ്റ ആൽമരമാണ് കേട്ടോ. ഇതിൻ്റെ വേരിൽ നിന്നും വന്നിട്ടുള്ള പുതിയ ബ്രാഞ്ചസ് എന്നൊക്കെയാണ് പുതിയ തൈകൾ ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. വലിയ ഒരു ആൽമര കൂട്ടത്തിൻ്റെ നടുവിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കാണാൻ കഴിയും, ധാരാളം ആളുകൾ വന്നു പോകുന്നുണ്ട്. ഇതുണ്ടോ, ആ വേരിൻ്റെയൊക്കെ നിറങ്ങും ടെക്സ്ചറും കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ പഴക്കം ചെന്ന ഒരു മരമാണെന്നുള്ള കാര്യം നമുക്ക് നന്നായി അറിയാം. നല്ല തണുപ്പും അതുപോലെ തന്നെ ഒരു പ്രത്യേക ഒരു വൈബും കൂടിയുള്ള ഒരു സ്ഥലമാണ്. ഒരുപാട് സിനിമകളിലുണ്ട് കേട്ടോ. ഇത് വേളിക്ക് വെളുപ്പാൻകാലം എന്നുള്ള സുരേഷ് ഗോപി മഞ്ജു വാര്യരുടെ പാട്ടൊക്കെ ഈ മരത്തിൻ്റെ കീഴിലാണ്. പിന്നെ തമിഴ് പടം വിന്നർ പ്രശാന്തിൻ്റെ അതിലും ഈ രംഗം, ഇതിലുള്ള ഒരു രംഗം ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കറുപ്പസ്വാമി ടെമ്പിളിൽ പോയപ്പോൾ വൈഫും ഞങ്ങളും അമ്പലത്തിലേക്ക് പോയി തൊഴുതു. ധാരാളം ആളുകൾ തൊഴുതാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ഐതിഹ്യപ്രകാരം നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സിലൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ ശക്തിയുള്ള ഒരു മൂർത്തിയാണെന്നൊക്കെ നമുക്ക് പറയണം. കണ്ടോ, ആളുകൾ വീട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇതിനൊക്കെ ആഗ്രഹസിദ്ധിക്കായിട്ട് ഫലസിദ്ധിക്ക് വേണ്ടിയിട്ട് ഇവിടെ പൂജ ചെയ്യാറുണ്ട്. അതിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. ഇവിടെ ഭക്തജനങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾ അവർ ആഗ്രഹസിദ്ധി നടക്കുമ്പോൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടി അമ്പലത്തിൽ വരികയും അവർ ആഹാര സാധനങ്ങളൊക്കെ കോഴിയൊക്കെ കൊണ്ടുവന്ന് കോഴിയറുത്ത് പൂജയൊക്കെ നടത്തി അത് ഈ മൂർത്തിക്ക് സമർപ്പിച്ച് പ്രസാദമായി കിട്ടുന്ന ആഹാരം എല്ലാവരും കൂടി ഫാമിലിയായിട്ട് കുഞ്ഞുകുട്ടികളെല്ലാവരും കൂടി ആഹാരമായിട്ട് അത് പ്രസാദമായിട്ട് കഴിക്കുകയും അവിടെ എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണ്. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും ആളുകൾ ധാരാളമായിട്ട് വന്നിട്ട് നമുക്ക് കാണാറുണ്ട്. കണ്ടോ, ഒക്കെ ഫാമിലിയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയിലും കാറിലും വാനിലും ജീപ്പിലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വളരെ ഉഗ്ര ശക്തിയുള്ള മൂർത്തിയാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പാലക്കാടിൻ്റെ പ്രാന്തപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായിട്ടുള്ള സ്ഥലം കൊല്ലങ്കോട് ഗ്രാമങ്ങൾ, അതുപോലെ തന്നെ ചിങ്ങഞ്ചിറ, ഈ ക്ഷേത്രം നിങ്ങളും വരണം, ഫാമിലിയായിട്ട് വന്ന് കാണണം. വളരെ ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ്. ഈ ഒരു പോസിറ്റീവ് വൈബ്, ഈ ഒരു ഗ്രാമാന്തരീക്ഷം, പാടങ്ങൾ, ഇവിടുത്തെ തന്നെ നെൽപ്പാടങ്ങൾ, അതുപോലെ തന്നെ താമരപ്പാടം എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ തന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം, ഇതൊക്കെ നമുക്ക് കാണാൻ വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. എല്ലാവരും വരണം. ഓക്കെ, താങ്ക് യു.